ശരീരത്തിൽ വരുത്തിയ ഒരു ചെറിയ മാറ്റത്തിലൂടെ ഹൃദയത്തിന്റെ റിസ്ക് അതിഗംഭീരമായിട്ട് കുറച്ച ഒരു വ്യക്തിയുടെ കഥയാണിത്. ഇദ്ദേഹം കൊച്ചിയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. അദ്ദേഹത്തിന് ഒരു മീറ്റിംഗിന്റെ ഇടയിൽ നെഞ്ചുവേദന വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെക്കപ്പുകൾ ചെയ്യുന്നു. BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തുന്നു. അതിനുശേഷം കൊറോണറി കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹൃദയധമനികളിൽ ബ്ലോക്കിന്റെ തുടക്കം ഉണ്ടെന്ന് കണ്ടെത്തുകയാണ്. എന്നെ അദ്ദേഹം കാണിക്കാൻ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഒരു സജഷൻ കൂടി ഞാൻ വെച്ചു. 5 കിലോ ശരീരഭാരം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ റിസ്ക് 30% കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആദ്യത്തെ 2 ആഴ്ചകളിൽ വളരെ കുഞ്ഞു ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തി. പക്ഷേ ഈ ഓരോ മാറ്റങ്ങളും വളരെ പവർഫുൾ ആയിരുന്നു. ഒന്നാമത്തേത്, എല്ലാ ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം 20 മിനിറ്റ് ഇദ്ദേഹം നടന്നു. രണ്ടാമത്തേത്, അരി ഭക്ഷണത്തിന്റെ അളവ് പകുതിയിലധികം കുറച്ചു. മൂന്നാമത്തേത്, എണ്ണയിൽ പൊരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം ഒഴിവാക്കുകയാണ്. നാലാമത്തേത്, എല്ലാ ദിവസവും അരമണിക്കൂർ നേരത്തെ അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങുകയാണ്. അഞ്ചാമത്തേത്, കൃത്യമായ ഇടവേളകളിൽ BPയും ഷുഗറും അദ്ദേഹം ചെക്ക് ചെയ്തു. 2 ആഴ്ച കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് നടക്കുന്ന സമയത്തുള്ള കിതപ്പ് പോയിട്ടുണ്ട്. ശരീരത്തിന് മൊത്തത്തിലൊരു ഉന്മേഷം വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാരം 1.5 കിലോയിലധികം കുറയാണ്. ഇത് വലിയൊരു ഭാരക്കുറവൊന്നുമല്ല. എങ്കിലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന സമയത്തെ കിതപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഉന്മേഷം വളരെയധികം വർദ്ധിച്ചു. ശരീരത്തിന്റെ ക്ഷീണം മാറിയിട്ടുണ്ട്. 3-ാമത്തെയും 4-ാമത്തെയും ആഴ്ച കഴിയുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ BP നല്ല കൺട്രോൾ ആയിട്ടുണ്ട്. മരുന്നുകൾ കുറക്കാൻ പറ്റി. ഷുഗർ ഏകദേശം നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ മാറ്റം, അദ്ദേഹത്തിന്റെ അരവണ്ണം കുറഞ്ഞു തുടങ്ങി. പാൻസ് എല്ലാം ലൂസായിട്ട് വരികയാണ്. അരവണ്ണം കുറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ വിസറൽ ഫാറ്റ് കുറയുകയാണ്. എല്ലാവരും പേടിക്കേണ്ട സജീവമായിട്ടുള്ള ഒരു ഫാറ്റ് ആണ് വിസറൽ ഫാറ്റ്. ഇത് ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നുണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് കൂട്ടുന്നുണ്ട്, അറ്റാക്കിനും സ്ട്രോക്കിനുള്ള റിസ്ക് കൂട്ടുന്നുണ്ട്. വിസറൽ ഫാറ്റ് കുറക്കുക വഴി നമുക്ക് ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ് നോർമലാക്കാൻ പറ്റും, ഫാറ്റി ലിവർ കുറക്കാൻ പറ്റും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ നീർക്കെട്ടും CRPയും കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 6 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം എന്നെ കാണിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം വളരെ ഉന്മേഷത്തിലാണ്. കൊളസ്ട്രോളിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. BPയും ഷുഗറും കൺട്രോളിലാണ്. എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡയാസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. തൂക്കം നോക്കിയപ്പോൾ 5.2 കിലോ 6 ആഴ്ചക്കകം കുറഞ്ഞിട്ടുണ്ട്. കാർഡിയോളജിസ്റ്റുകൾ നോക്കുന്ന ഫ്രെമിംഗ്ഹാം കാർഡിയക് റിസ്ക് സ്കോർ നോക്കിയപ്പോൾ 40% കുറഞ്ഞതായി കണ്ടെത്തി. ഇത്രയും റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്നിന്റെ പോലും ആവശ്യം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ആകെ ചെയ്തത് 6 ആഴ്ചക്കുള്ളിൽ ശരീരഭാരം 5 കിലോ കുറച്ചു എന്നുള്ളത് മാത്രമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് കാണിക്കുന്നത് വെറും 5 മുതൽ 10% വരെ ശരീരഭാരം കുറയ്ക്കുകയാണെങ്കിൽ LDLന്റെ അളവ് കുറക്കാൻ സാധിക്കും, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറക്കാൻ സാധിക്കും, നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഷുഗറും പ്രഷറും കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. രക്തധമനികളുടെ സ്റ്റിഫ്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.